മലയാളത്തിൽ നിന്ന് ഒരു റൊമാൻറ്റിക് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അഭിലാഷം, നമ്മുടെ സൈജു കുറുപ്പ്, തൻവീർ റാം, അതേപോലെ തന്നെ അർജുൻ അശോകനൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ട് പറയാന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയാണ്. സോ ഈ വൺ സൈഡ് ലവേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ സിനിമ. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഈ സിനിമയിലുണ്ട്. നല്ലൊരു പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിലത്തെ മ്യൂസിക് വർക്കാണ്. അതായത് ടുവേർഡ്സ് എൻഡ് സർട്ടൻ ഇമോഷണൽ സീൻസ് ഉണ്ട്, അത് ഈ മ്യൂസിക് വർക്ക് മാക്സിമം എലവേറ്റ് ചെയ്തിട്ട് പറയാം. നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും. അപ്പൊ സൈജു കുറുപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നസെൻസിന്റെ എപ്പിറ്റോം ഒക്കെ വേണമെങ്കിൽ കാണിച്ചിരുന്ന് പറയാം. വായിൽ വിരലിട്ടാൽ കൂടി കടിക്കില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ സൈജു കുറുപ്പ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അർജുൻ അശോകനൊക്കെ വരുമ്പോഴേക്കും പടം ഒന്ന് റൊമാൻറ്റിക് മോഡിൽ നിന്ന് റോം കോമിലോട്ട് മാറി. അതായത് സിനിമ തുടങ്ങുന്ന സമയത്ത് റൊമാൻറ്റിക് സിനിമയായിട്ട് നമുക്ക് തോന്നും. പിന്നീട് ഒരു റോം കോമിലോട്ട് മാറി ടുവേർഡ്സ് എൻഡ് അത്യാവശ്യം ഇമോഷണൽ സീൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. അർജുൻ അശോകൻ ലാസ്റ്റ് ഒക്കെ പറയുന്ന സർട്ടൻ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. തൻവി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൻവിയുടെ നമ്മൾ സിനിമകൾ നോക്കുകയാണെന്ന് ഈ അടുത്ത് തെലുങ്കിന് കാ പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടായിരുന്നു, അതിൽ അടിപൊളിയായിരുന്നു. ഇതിൽ നന്നായിട്ട് തന്നെ ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇതിൽ സൈജു കുറുപ്പിന്റെ അമ്മയായിട്ട് ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. അവര് സർട്ടൻ ഡയലോഗ്സ് പറയുന്നത് ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോൾ അത് ഭയങ്കര മീനിങ് ഫുൾ ആണ്, അത് അടിപൊളിയാണ്. അവർ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ പലരും വന്നിട്ട് 96 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. 96 പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഇറങ്ങുന്ന സിനിമയാണ്. ഇനിയിപ്പോ 96ന്റെ പാർട്ട് 2 വരുന്നുണ്ട്, അതുപോലെ അത്രയ്ക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ആ ഒരു കമ്പാരിസൺ രണ്ട് സിനിമയ്ക്ക് നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. സോ ഒരു കൊച്ചു പടം കാണുന്ന രീതിയിൽ പോയി കണ്ടാൽ നല്ലൊരു സിനിമയാണ് അഭിലാഷം. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഏകദേശം എനിക്കൊന്ന് 1 മണിക്കൂർ 57 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ചെറിയ സിനിമയാണ്. ഇനി 1.5 വർഷം മുമ്പ് എന്തോ ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണ്, ഇപ്പോഴാണ് ഇറക്കി വിട്ടത്. അതായത് എമ്പുരാന്റെ ഒപ്പം ക്ലാഷ് റിലീസാ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇറങ്ങിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി പീപ്പിൾ അക്സെപ്റ്റൻസ് കിട്ടിയതിനെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് നമ്മുടെ സൈജു കുറുപ്പിന്റെ സിനിമയൊക്കെ പിന്നെ OTTയിൽ ഇറങ്ങുമ്പോഴേ ഹിറ്റ് ആവുക. OTT സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ ആളെ വിളിക്കുക. നന്നായിട്ട് തന്നെയാണ് എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം പ്ലീസ്.